അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബൗളും വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഞാനതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കാണ്. അല്പം കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർത്ത് കഴിയുമ്പം നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയാലും പെട്ടെന്ന് ഹാർഡാകാതെ കുറച്ചുകൂടി ഇരിക്കും. ചൂടാറി കഴിഞ്ഞാലും അത് മെൽറ്റാകുന്ന സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ചെറിയ മുട്ടയാണ്, അതുകൊണ്ടാണ് 5 എടുത്ത്. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 3 4 ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ഡയറക്റ്റ് ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ ബ്ലെൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ബൗളിലിട്ട് വേണമെങ്കിൽ മുട്ടയും പഞ്ചസാരയും ഒരു ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ട് 5 മുട്ട എടുത്തു. ഇതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർക്കുകയാണ്. കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് മൈദ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഒരു കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരുമിച്ച് ചിലപ്പോൾ ഇട്ടാൽ കട്ട പിടിച്ച് കിടക്കും, അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് ഇളക്കി. അതൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമ്മൾ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ചൂടൊക്കെ ആറിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റും കൂടി ഇനി ആ ബാറ്ററിനകത്തോട്ടും കൂടി ഇട്ടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തൊന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ മധുരം ഓൾറെഡി നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കൂടെ ആകുമ്പം മധുരം ഓക്കെയാണ്. നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുമെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര പൊടിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് മധുരം ഓക്കെയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ ലഭിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കേക്ക് ടിൻ എടുത്ത് അല്പം വലിയൊരു ടിൻ എടുത്തിരിക്കുന്നത്, അതിൽ ബട്ടർ പേപ്പർ ഇട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുകയാണ്. അപ്പം കുറച്ച് വലിയ ട്രേ എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇച്ചിരി കനം കുറഞ്ഞ ലെയറിൽ കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ കേക്കുകളൊക്കെ പേസ്ട്രീസ് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രൗണി ലെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ ഒരൽപ്പം വലിയൊരു ട്രേ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രേയിലെ എല്ലാ സൈഡിലേക്കും ഒന്ന് മാവാക്കിയതിന് ശേഷം ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ടാപ്പ് ചെയ്ത് ലെവൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ബാറ്റർ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവൻ അനുസരിച്ച് ചിലപ്പോൾ ടെമ്പറേച്ചറിലും ടൈമിലും ചെറിയ ചേഞ്ച് വരും. നിങ്ങളത് ടൈം ആദ്യം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുക്കായില്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 45 മിനിറ്റ്സിനുള്ളിൽ എൻ്റെതായി നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈക്വൽ പോർഷനായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. നമുക്കറിയാമല്ലോ ബ്രൗണീസിന് കുറച്ച് ഹാർഡായിരിക്കും, നല്ല അങ്ങനെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ആയിരിക്കില്ല, എന്നാൽ അകം നല്ല സോഫ്റ്റും ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ അധികം പൊടിഞ്ഞു പോകാതെ ഈക്വൽ പോർഷനായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു പീസ് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മേളിൽ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റാണ് ബാറ്ററിൽ മിക്സ് ചെയ്തിരുന്നത്. അതേ പ്രൊസീജിയറിൽ ഞാൻ അല്പം മിൽക്ക് ചോക്ലേറ്റും എടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓൾറെഡി സെയിം പ്രൊസീജിയർ ആയതുകൊണ്ടാണ് മിൽക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്യുന്ന കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ മുറിച്ചെടുത്തതിൻ്റെ ബാക്കി പോർഷൻ അതിൻ്റെ മേളിലൊന്ന് വെക്കുക. അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലും ബാക്കി ചോക്ലേറ്റും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ബ്രൗണി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സൈസ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഷേപ്പിലൊക്കെയാണ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുക. ഇതിന് പുറമെ ഇച്ചിരി ഹാർഡാണെങ്കിലും ആകെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുക. അതേ ഒരു ടെസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ അറ്റ് ദ ടൈമിൽ തന്നെ ഇത് തീർത്തിരിക്കും, അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.